നമസ്കാരം. കേരളത്തിലെ ആദ്യ സ്റ്റുഡിയോകളിൽ ഒന്നായിരുന്ന ശ്രീകൃഷ്ണ സ്റ്റുഡിയോയുടെ ഉടമയായിരുന്നു നടൻ രവികുമാറിന്റെ പിതാവ് KM മേനോൻ. അമ്മ ഭാരതിയും നടിയായിരുന്നു. വിൻസെന്റിന്റേതടക്കം നിരവധി സിനിമകളിൽ നായികയായിരുന്ന ഭാരതി പിന്നീട് സിനിമകളും നിർമ്മിച്ചു. പിതാവ് നിർമ്മിച്ച സിനിമകളിൽ ബാലനടനായി രവികുമാർ അഭിനയിച്ചിരുന്നു. നായകനാക്കിയതും പിതാവ് തന്നെ. 1975 പുറത്തിറങ്ങിയ ഉല്ലാസയാത്രയിൽ അതേ സിനിമയിൽ മറ്റൊരു നടനും മുഴുനീള വേഷം കിട്ടി, ജയന്. അതിനു മുൻപ് JC സംവിധാനം ചെയ്ത ശാപമോക്ഷത്തിൽ ഒരു പാട്ട് സീനിൽ മാത്രം രംഗത്ത് വന്ന ജയൻ ഉല്ലാസയാത്രയിൽ വില്ലനായിരുന്നു. IV ശശിയുടെ സിനിമകളായിരുന്നു രവികുമാറിനെ താരപ്രഭയിലേക്ക് നയിച്ചത്. IV ശശിയുടെ 4ാമത്തെ സിനിമയായ അയൽക്കാരിയിലാണ് ഈ കൂട്ടുകെട്ടിന് തുടക്കം. അവളുടെ രാവുകളിലെ നായകവേഷം അദ്ദേഹത്തിന് വലിയ മുന്നേറ്റമാണ് സമ്മാനിച്ചത്. നായകനായി തിളങ്ങി നിൽക്കുമ്പോൾ അങ്ങാടിയിലെ വില്ലൻ സ്വഭാവമുള്ള വേഷത്തിന് സമ്മതം മൂളാനും രവികുമാറിന് തെല്ലും മടിയുണ്ടായിരുന്നില്ല. ജയനും രവികുമാറും തമ്മിൽ എന്നും നല്ല സൗഹൃദത്തിലായിരുന്നു. ഒരിക്കൽ ജയന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ചില വരികൾ ഇങ്ങനെയായിരുന്നു: നിങ്ങളെക്കാളും മുൻപ് ഞാനൊരു ജയൻ പ്രേമിയായിരുന്നു. ജയൻ ആദ്യമായി അഭിനയിച്ച പടം ശാപമോക്ഷം. അതിലൊരു പാട്ട് സീൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. രവികുമാർ ഫിലിംസിന്റെ പേരിൽ എന്റെ അച്ഛൻ നിർമ്മിച്ച പടമായിരുന്നു ഉല്ലാസയാത്ര. ആ പടത്തിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഒരാളെ അച്ഛൻ തേടിക്കൊണ്ടിരുന്നു. ആ സമയം സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു പയ്യനെ ജോസ് പ്രകാശ് അച്ഛന് പരിചയപ്പെടുത്തി. ഒരു പയ്യൻ വരും, നിനക്ക് ഓക്കെ ആണെങ്കിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ പടത്തിലെ ഹീറോ ആയിട്ട് അഭിനയിക്കുകയാണ്. അതിൽ സോമൻ, സുകുമാരൻ, അടൂർ ബാസി, ബഹദൂർ, ജോസ് പ്രകാശ്, ഷീല എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്. ആ പടത്തിലെ വില്ലൻ ക്യാരക്ടറാണ് ജയൻ ചെയ്തത്. അദ്ദേഹത്തിന് സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നൊരു കൊതിയുണ്ടായിരുന്നു. പടം നന്നായി ഓടി, ജയനും നന്നായി ചെയ്തു. ആ പടത്തിൽ ജയനും എനിക്കും ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പല പടങ്ങളും ചെയ്തിട്ടുണ്ട്. ജയൻ ശാപമോക്ഷം കഴിഞ്ഞ് ഉല്ലാസയാത്രയും കഴിഞ്ഞ് നിരവധി പടങ്ങൾ ചെയ്തു. ഹരിഹരൻ സാറിന്റെ ശരപഞ്ചരത്തിലൂടെ ഒരു അഡ്രസ് കിട്ടി. 1980കളിൽ കോഴിക്കോട് വെച്ചായിരുന്നു അങ്ങാടി സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴും ഹീറോയെ നിശ്ചയിച്ചിരുന്നില്ല. ശശിയേട്ടൻ എന്നെ വിളിച്ചു. ആ ഹീറോ ക്യാരക്ടർ ജയൻ ചെയ്താൽ നന്നായിരിക്കുമോ എന്ന് ചോദിച്ചു. ഗംഭീരമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ പടത്തിൽ നീ വില്ലനാകുമോ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിക്കുകയായിരുന്നു. ബേബിച്ചായ എന്നാണ് ഞാൻ ജയനെ വിളിക്കാറുള്ളത്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യണമെന്ന്. ഷൂട്ടിങ്ങിന് പോയി വന്ന് മീറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് ഷൂട്ടിങ്ങിനാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കൂളിളക്കം എന്ന് പറഞ്ഞു. ഒരു സ്റ്റണ്ട് സീനാണ്. ഹെലികോപ്റ്ററിൽ ഒരു ചേസ് സീൻ. ചെന്നൈ വിട്ട് 10-15 കിലോമീറ്റർ അപ്പുറത്താണ്. ഞാൻ പറഞ്ഞു, ബേബിച്ചായ സൂക്ഷിക്കണം. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും ഷീലയും ചേർന്നൊരു പടമെടുക്കുന്നുണ്ട്. സ്ഫോടനം എന്നാണ് അതിന്റെ പേര്. അതിൽ രവിക്ക് ഒരു റോൾ ഉണ്ട്. രവി വന്ന് ചെയ്യണം. അതാണ് ജയൻ അവസാനമായി എന്നോട് പറഞ്ഞ വാക്കെന്നും രവികുമാർ അന്ന് പറയുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ തന്നെ വില്ലന്റെയും നായകന്റെയും വേഷങ്ങൾ കരിയർ നോക്കാതെ അണിഞ്ഞ ചലച്ചിത്ര നടനാണ് രവികുമാർ. പ്രേംനസീർ, വിൻസെന്റ്, ജയൻ, സുകുമാരൻ, രാഘവൻ, സോമൻ, കമൽഹാസൻ എന്നിവരോടൊത്ത് ഏറെ ചിത്രങ്ങൾ രവികുമാർ ചെയ്തു. ജയനുമായും കമൽഹാസനുമായും വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു. ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺ ഇടാതിരിക്കുന്നത് ജയനൊപ്പം രവികുമാറിനെയും അന്നത്തെ ചൂടൻ യുവത്വത്തിന്റെ അടയാളമാക്കി. മലയാളത്തിലെ അനേകം മികച്ച ഗാനങ്ങൾക്കായി അഭിനയിക്കാൻ സാധിച്ചു എന്നതാണ് രവികുമാറിന് ലഭിച്ച മറ്റൊരു ഭാഗ്യം. 1979 പുറത്തിറങ്ങിയ അനുപല്ലവിയിലെ 2 ഹിറ്റ് ഗാനങ്ങളും തിരശീലയിൽ അവതരിപ്പിച്ചത് രവികുമാറാണ്. യേശുദാസ് പാടിയ എൻ സ്വരം പൂവിടും ഗാനമേ, ജയചന്ദ്രൻ പാടിയ 1000 മാതളപ്പൂക്കളും. ഇന്നും സംഗീത പ്രേമികൾ നെഞ്ചിലേറ്റുന്ന പാട്ടുകളാണിവ. എൻ സ്വരം പൂവിടും ഗാനമേ എന്ന പാട്ടിനു പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. ഒരു ദിവസം ഉച്ചയ്ക്ക് അനുപല്ലവിയുടെ ഗാനരചയിതാവ് ബിച്ചു തിരുമലയും സംഗീത സംവിധായകൻ KJ ജോയിയുമൊത്ത് തന്റെ കാറിൽ സഞ്ചരിക്കുമ്പോൾ രവികുമാർ ബിച്ചു തിരുമലയ്ക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്തി. 1 1 2 1 2 3 1 2 3 4 എന്ന ചിട്ടയിൽ ഒരു പാട്ട് എഴുതാമോ എന്നായിരുന്നു ചോദ്യം. നിമിഷ നേരങ്ങൾ കൊണ്ട് ബിച്ചു തിരുമല വരികൾ എഴുതുകയും ജോയ് സംഗീതം പകരുകയും ചെയ്തു. ഞൊടിയിടയിൽ രൂപം കൊണ്ട ആ ഗാനം ഇന്നും ഹിറ്റായി നിലനിൽക്കുന്നു. ചെന്നൈയിൽ ജനിച്ചു വളർന്ന രവികുമാറിന് മലയാളം സംസാരിക്കാൻ വഴങ്ങില്ലായിരുന്നു. തിരക്കുള്ള നടനായിരിക്കെ രവികുമാറിനായി ഡബ്ബ് ചെയ്തിരുന്നത് സംഗീത സംവിധായകൻ രവീന്ദ്രനായിരുന്നു. അന്ന് രവീന്ദ്രൻ അവസരം തേടി ചെന്നൈയിൽ നടക്കുന്ന കാലമായിരുന്നു. ഹിറ്റ് മേക്കർ ശശികുമാറിന്റെ സിനിമകളായിരുന്നു രവികുമാർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത്. മലയാളത്തിലും തമിഴിലുമായി 400ഓളം സിനിമകളിൽ അഭിനയിച്ച രവികുമാറിന് ഇടയ്ക്ക് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നു. പിതാവ് മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് നോക്കി നടത്താനായാണ് സിനിമ വിട്ടത്. പിന്നീട് അധികം സിനിമകളിൽ അഭിനയിക്കാനായില്ല. വൈകാതെ രവികുമാറിനെ സിനിമാക്കാരും പ്രേക്ഷകരും മറന്നു. പുതിയ താരങ്ങൾ അരങ്ങുവാണു. എന്നെ ആരും വിളിച്ചില്ല എന്നതു മാത്രമായിരുന്നു ഒന്നിനോടും പരിഭവമില്ലാതിരുന്ന രവികുമാറിന് ഇതേക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്.